അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സമീപകാല സംഭവങ്ങൾ സമൂഹത്തിന് താക്കീതുകൾ നൽകുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ LSC എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധ്യമല്ല. 970 തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ലക്ഷദ്വീപിന്റെ ഉന്നമനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിന്റെ പിന്നിലെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും വേണ്ടി LSA കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ LSAയുടെ ഒരു ആന്റി ഡ്രഗ് സെൽ കൂടി തുടങ്ങിയ കാര്യം നിങ്ങളേവരെയും അറിയിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം നമ്മുടെ സ്കൂൾ കാലം തൊട്ട്, സ്കൂൾ വിദ്യാർത്ഥികളുടെ കാലം തൊട്ട് അവർക്കിടയിൽ ലഹരിയുടെ ഉപയോഗമുണ്ടോ ഇല്ലയോ, അവർക്ക് ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് എന്നതടക്കം അന്വേഷിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇതിന് അടിമപ്പെട്ടു പോയവരെ, നമുക്കറിയാം വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവരാരും അറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നതല്ല, അവരെ അടിമപ്പെടുത്തുന്നതാണ്. അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമോ ഒരാളോ ഒരു കൂട്ടമോ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ സെല്ലിലൂടെ LSA ശ്രമിക്കും. മാത്രവുമല്ല, ഇതിന്റെ അടിമപ്പെട്ടുപോയ, അഡിക്റ്റായി പോയ വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം സഹായമാണോ ചെയ്തു കൊടുക്കേണ്ടത് സംഘടനയുടെ ഭാഗത്തു നിന്നും അതെല്ലാം ചെയ്യാൻ പ്രസ്ഥാനം തയ്യാറാണ്. എന്നാൽ ഇങ്ങനെ ഒരു സെല്ല് തുടങ്ങുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങും എന്ന് ചോദിച്ചാൽ, അതിന്റെ പ്രവർത്തനം എവിടെ നിന്ന് ആരംഭിക്കും എന്ന് ചോദിച്ചാൽ അത് പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ ആരംഭിക്കാനാണ് തീരുമാനം. കാരണം ഇന്നലെ മിനിഞ്ഞാന്നുമായൊരു വാർത്ത കേട്ടു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ വെച്ച് 10 കിലോയോളം കഞ്ചാവ് പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടത് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കയ്യിൽ നിന്നാണ്, വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ കയ്യിൽ നിന്നാണ്. സംഘടനയെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഒരു സംഘടന അല്ലെങ്കിൽ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും മാതൃകയായി പ്രവർത്തിക്കേണ്ട സംഘടനാ പ്രവർത്തകരും അതിന്റെ നേതൃത്വവും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ പ്രവർത്തനം LSAയുടെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കും. ഈ സെല്ലിന് നിർദ്ദേശം നൽകും. LSAയുടെ പ്രവർത്തകരിൽ ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, എന്തെല്ലാം ലഹരികളാണ് ഉപയോഗിക്കുന്നത് എന്നത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ LSA ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായി കണ്ട അവരെ അതിൽ നിന്ന് പിന്തിരിയണമെന്നും LSA ആവശ്യപ്പെടുകയും നേതൃത്വം ആവശ്യപ്പെടും. എന്നാൽ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ, അതിന് തയ്യാറാവാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തെ മൊത്തം തകർത്തു പോകുന്ന, ആ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു സേവനവും ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. വെറുതെ ആളെ കൂട്ടുക എന്നത് LSAയുടെ ഉദ്ദേശമല്ല. സമൂഹത്തിനും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ അത് 10 പേരാണെങ്കിൽ അവരെ മാത്രം മതി സംഘടനയ്ക്ക്. അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരും ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കണമെന്നും, നമുക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും, ഇങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടിയോ സംഘടനകളോ ഒന്നും നോക്കാതെ എല്ലാവരും ഐക്യകണ്ഠേന പ്രവർത്തിക്കണമെന്നും, ഒരു ലഹരി വിയുക്ത സമൂഹത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ LSA, ജയ LSA, ജയ ഡോക്ടർ കോയർ.